ഇന്നിപ്പോൾ NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ വലിയൊരു ആരോപണമാണ് തങ്ങൾക്കെതിരെ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളത്. വടകരയിൽ UDF വോട്ട് മറിച്ചു കൊടുക്കുകയാണ് പാലക്കാട് പിടിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ജൽപ്പനങ്ങൾക്ക് ഞങ്ങൾ സാധാരണ മറുപടി പറയാറില്ല. BJPന്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടും എന്നുള്ളതിന് ഉറപ്പുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,18,000 വോട്ട് കിട്ടിയതാണ്. അതിനുശേഷം പ്രധാനമന്ത്രി അടക്കം വന്നല്ലോ. ആ വോട്ട് നിലനിർത്താൻ പറ്റുമെന്ന് ആദ്യ ആളോട് ചോദിക്കുക. 2, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധ്യതകൾക്കപ്പുറം അസാധ്യതകളെ സാധ്യതയിലേക്ക് പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. അതായത് സാധാരണ നിലയിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടിനപ്പുറം വലിയ ഒരു വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ എത്രത്തോളം ശക്തിപ്പെട്ടു എന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അത്ഭുതകരമായിട്ടുള്ള വിജയമായിരിക്കും പൊതുവിൽ കേരളത്തിലുണ്ടാകുക. പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാടും ആലത്തൂരും മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ദയനീയമായ പരാജയമായിരിക്കും UDFന് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്ന ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷും പറഞ്ഞു. അതിനേക്കാൾ അപ്പുറം ഒരു വിശദീകരണം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാതെ പറഞ്ഞു, CM പറഞ്ഞു, വ്യക്തമായിട്ട് CM-ഉം പറഞ്ഞു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. അതിനേക്കാൾ അപ്പുറം ഒരു വിശദീകരണം തന്നിട്ട് താങ്കളെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യം എനിക്കില്ല. പൊതുവെ EP ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി വിട്ടുനിൽക്കുന്ന ഒരു സമീപനമാണല്ലോ. ഒന്നും വിട്ടുനിന്നിട്ടുള്ളത് മാത്രമല്ല, ഇപ്പൊ ഞാനിപ്പോ പാലക്കാട് ചാർജാണല്ലോ, അതേപോലെ തന്നെ കാസർഗോഡ് ചാർജായിരുന്നു സഖാവ് EP ജയരാജൻ. അതുകൊണ്ട് ആ പാർലമെന്റ് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് സാധാരണ നിലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ മണ്ഡലത്തിലും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അല്ല, LDF കൺവീനർ എന്നുള്ള നിലയിൽ തന്നെ LDF തീരുമാനിച്ചതാണ്, പാർട്ടിയും തീരുമാനിച്ചതാണ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ വേണ്ടി.